പൂർണ്ണചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന അർദ്ധരാത്രിയിൽ പത്മാസനത്തിൽ അമർന്ന് ആകാശത്തിലേക്ക് നോട്ടമുറപ്പിക്കുക. നിന്റെ ആജ്ഞാചക്രത്തെ അഗ്നിക്ക് സമം ജ്വലിപ്പിക്കുക. 3,000,000 ദൈവങ്ങളുടെ ഉത്ഭവ രഹസ്യവും 4 വേദങ്ങളുടെ പൊരുളും നിന്നിൽ വന്നു ചേരും. നിങ്ങൾ ഓരോരുത്തരും സ്പിരിച്വലായി മാറാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആജ്ഞാചക്രം ഡോമിനൻ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചക്ര സിസ്റ്റം എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. അതായത് ബേസിക് ആയിട്ടുള്ള സർവൈവലുകൾ കറക്റ്റായി നിലനിർത്തുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ചെയ്തു പോരുക. ഇതാണ് പൊതുവെ എല്ലാ മനുഷ്യർക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ആത്മീയതയോടുള്ള ആകർഷണം നിങ്ങൾക്ക് ജനിക്കുമ്പോൾ, അതിനോടുള്ള ആകർഷണം കൂടി വരുമ്പോൾ മറ്റ് ചക്രങ്ങളെക്കാളും നിങ്ങളുടെ ആജ്ഞാചക്രമാണ് തീവ്രമായി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. അതൊരു ഓപ്പണിങ്ങോ അവേക്കണിങ്ങോ എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ദർ ഇസ് എ പർട്ടിക്കുലർ ഗ്ലോ ഇൻ യുവർ ആജ്ഞാചക്ര. ആദ്യമായി നിങ്ങളുടെ ചക്ര സിസ്റ്റത്തിൽ ഒരു പ്രധാന ചക്രത്തിൽ ഒരു ജ്വാല കാണാൻ സാധിക്കും. ഇതിനുള്ള പ്രധാന റീസൺ ആജ്ഞാചക്രക്കുള്ള മൊബിലിറ്റിയാണ്. അതായത് സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് 7 ചക്രങ്ങളെയും മൂവ് ചെയ്യാൻ സാധിക്കും. അനാഹതയെ വലത്തോട്ടും ഇടത്തോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. ആജ്ഞാചക്രത്തെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. വിശുദ്ധിയെ കഴുത്തിന് ഇനിയും പിന്നിലോട്ട് പോയി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ചില എക്സ്ട്രീം കേസുകളിൽ വേണമെങ്കിൽ ഏതൊരു ചക്രത്തെയും ശരീരത്തിൽ നിന്നും വേർപെടുത്തി പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെയാണ് മൊബിലിറ്റി ഓഫ് ദ 7 ചക്രാസ് എന്ന് വിളിച്ചു പോരുന്നത്. എല്ലാ സിദ്ധികളും കൈവരിച്ച അഷ്ടാംഗയോഗത്തിൻ്റെ എല്ലാ നിലകളിലും പൂർണ്ണമായും സ്ഥാപിക്കപ്പെട്ട ഒരു യോഗിക്ക് മാത്രമേ ഇത്തരം ചക്ര മൂവ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുള്ളൂ. ഓരോ മൂവ്മെൻറ്റിനും അതിൻ്റേതായ കാരണങ്ങളും പർപ്പസും ഉണ്ടാകും. അറ്റ് ദ സെയിം ടൈം യാതൊരു പ്രാക്ടീസും കൂടാതെ മൂവ് ചെയ്യാൻ സാധിക്കുന്ന 2 ചക്രങ്ങളാണ് അനാഹതയും ആജ്ഞാചക്രവും. ഇതിൽ അനാഹത നമ്മൾ എല്ലാവർക്കും പരിചയമുള്ളൊരു വിഷയമാണ്. എപ്പോഴെല്ലാം നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നുവോ, എപ്പോഴെല്ലാം നിങ്ങളുടെ വികാരങ്ങൾ അതിൻ്റെ പീക്ക് ടച്ച് ചെയ്യുന്നുവോ, അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാകുന്ന ഒരേയൊരു ചക്രമാണ് അനാഹത ചക്രം. ആൻഡ് ഇറ്റ് ഈസ് ഈസിലി മൊബൈൽ. അതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ, നിങ്ങൾ ചില സമയത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് ആഴമായി ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ആ ചിന്തയിലൂടെ നിങ്ങളുടെ ഹാർട്ട് സെൻറ്ററിൽ, കൃത്യമായി പറഞ്ഞാൽ അനാഹതയിൽ, ചെറിയൊരു ഗ്ലോവും ഫീൽ ചെയ്യാൻ സാധിക്കും. കറക്റ്റ് ആ ചിന്തിക്കുന്ന കുറച്ച് നേരത്തിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തതിന് ഏതാനും നിമിഷങ്ങൾക്കോ ഏതാനും മണിക്കൂറുകൾക്കോ ശേഷം ആ വ്യക്തി നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജോ കോളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം സിമ്പിളാണ്. അൺനോയിങ്ലി യു മൂവ്ഡ് യുവർ അനാഹത ചക്ര. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അനാഹത ചക്രം ശരീരത്തിൽ നിന്നും വേർപെട്ട് അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇത് പല സമയത്തും റെയറാണെങ്കിൽ പോലും ടെലിപ്പതി നടക്കുന്ന എല്ലാ സമയങ്ങളിലും, എസ്പെഷ്യലി ഇമോഷണലി ക്ലോസ് ആയിട്ടുള്ള ടെലിപ്പതി സംഭവിക്കുന്ന എല്ലാ സമയങ്ങളിലും മൂവിങ് ആണ് സംഭവിക്കാറുള്ളത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അനാഹത ആ ഒരു വ്യക്തിയിലേക്ക് എക്സ്റ്റെൻഡ് ആവുകയാണ്. എന്നാൽ അതേസമയം നിങ്ങളൊരു സാധകനാണെങ്കിൽ, ആത്മീയതയിൽ കൂടുതൽ ആഴത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അനാഹതയല്ല മറിച്ച് ആജ്ഞാചക്രമാണ് മൂവ് ചെയ്യാൻ സാധിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ പല സമയത്തും ചെയ്തിട്ടുള്ള കാര്യവുമാണ്. ഉദാഹരണത്തിന്, ആദ്യമായി നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ആത്മീയ അനുഭവം ഉണ്ടായത്, അപ്പോൾ നിങ്ങൾ അറിയാതെ ആജ്ഞാചക്രത്തെ മൂവ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെല്ലാം ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്ത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവുന്നോ, അപ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ആജ്ഞാചക്രത്തെ മൂവ് ചെയ്തിട്ടുണ്ട്. ധ്യാനത്തിൽ ശരീരം പോലും മറന്ന് മണിക്കൂറുകൾ ഇരിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്നത് അവരുടെ ആജ്ഞാചക്രം ശരീരത്തിൽ നിന്നും വേർപെടുന്നതാണ്. നൗ ബിക്കോസ് ഓഫ് ദിസ് മൊബിലിറ്റി, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്നും നിങ്ങൾക്കൊരു അകലം സാധ്യമാണ്. ഈ ഒരു അകൽച്ചയിലൂടെ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള ഈ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരും. You start to grasp certain things that is out of your physical reality. ആജ്ഞാചക്രത്തിൻ്റെ ഈ ഒരു എബിലിറ്റി പൂർണ്ണമായും മാസ്റ്റർ ചെയ്യുമ്പോഴാണ് അതിനെ ഏത് ദിശയിലേക്കും കൊണ്ടുപോയി പതിപ്പിക്കാൻ സാധിക്കുക. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ആജ്ഞാചക്രത്തെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പതിപ്പിക്കാം. അതിലൂടെ ആ ശരീരത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും എനിക്ക് മനസ്സിലാക്കാം.
ഈ ചക്രത്തെ ഒരു വ്യക്തിയുടെ ഓറയിൽ പതിപ്പിച്ച് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ വായിച്ചെടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഇതേ ആജ്ഞാചക്രത്തെ 5 എലമെന്റിലേക്ക് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിലേക്ക് പതിപ്പിച്ചാൽ സൃഷ്ടി രഹസ്യം തന്നെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഒഴുകിയെത്തും. ദിസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ആജ്ഞ. ഇന്ന് ഭൂമിയിൽ ഉടലെടുത്ത എല്ലാ ശാസ്ത്രങ്ങളും പണ്ട് ഋഷികൾ സമ്മാനിച്ചത് ഇതേ ആജ്ഞാചക്രത്തിൻ്റെ സഹായത്തോടെയാണ്. ആയുർവേദമാണെങ്കിലും സിദ്ധവൈദ്യമാണെങ്കിലും കളരിപ്പയറ്റാണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം ഒരു ഋഷിയുടെ ആജ്ഞാചക്രത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ആയുർവേദത്തിൽ പറയുന്ന ഓരോ മരുന്നുകളും അതിനുപയോഗിച്ച ഓരോ സസ്യങ്ങളുടെ പ്രോപ്പർട്ടീസും അവർ തിരിച്ചറിഞ്ഞത് ആജ്ഞാചക്രത്തെ ആ സസ്യത്തിലേക്ക് പതിപ്പിച്ചതുകൊണ്ടാണ്. ആസ്ട്രോളജിയിൽ പറയുന്ന ഓരോ ഗ്രഹങ്ങളും മനുഷ്യരാശിയെ എങ്ങനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞതും ആ ഗ്രഹത്തിലേക്ക് ആജ്ഞാചക്രത്തെ പതിപ്പിച്ചതുകൊണ്ടാണ്. അവിടെ അനുഭവിക്കുന്ന എനർജി മനുഷ്യരാശിയെ എങ്ങനെയെല്ലാം മാറ്റുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ പുസ്തകമല്ല അവരുടെ അടിസ്ഥാനം. ആജ്ഞാചക്രവും ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന യോഗ സാധനയുമാണ് മഹത്തായ അറിവുകൾ ഈ ഭൂമിയിലേക്ക് സമ്മാനിക്കാൻ കാരണമായത്.